കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ സൂചിപ്പിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിന്റെ ചില പ്രധാനപ്പെട്ട താരങ്ങളെല്ലാം ടീം വിട്ടതായി ഇന്നലെ ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായിട്ട് തന്നെ പുറത്തറിയിച്ചിട്ടുണ്ട്. 11ാം സീസണിലേക്ക് വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ മാറിയേക്കുമെന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ടീം കോച്ചായിട്ടുള്ള ഇവാൻ വുക്കമനോവിച്ചിനെ പുറത്താക്കിയതിനു ശേഷം പ്രധാന താരങ്ങളായിട്ടുള്ള ഡിമിട്രിയോസ് ഡയാമാൻഡോസ്, ഡയസുകെ, ബ്ലാസ്റ്റേഴ്സിന്റെ 2 കീപ്പറായിട്ടുള്ള കരൺജിത് സിംഗ്, ലാറ തുടങ്ങിയവരും കൂടാതെ തന്നെ അസിസ്റ്റന്റ് കോച്ചായിട്ടുള്ള ഫ്രാങ്കിനെയും ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കിയ വിവരം ഇന്നലെ തന്നെ ഒഫീഷ്യലായിട്ട് പുറത്തറിയിച്ചതാണ്. പ്ലേയേഴ്സിനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പുറത്താക്കുന്ന കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് നടക്കുന്നുണ്ടെങ്കിലും അതിനേക്കാളും മികച്ച താരങ്ങളെ ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടി പല ശ്രമങ്ങളും ബ്ലാസ്റ്റേഴ്സിന്റെ പുറകിൽ നിന്ന് നടന്നു വരുന്നുണ്ട്. FC ഗോവയുടെ പ്ലെയറായിട്ടുള്ള നോഹ സദോയിയെ സ്വന്തമാക്കിയ കാര്യം ഏതാണ്ട് ഡണ്ണായി കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു FC ഗോവയുടെ ഒഫീഷ്യൽ പേജിലൂടെ തന്നെ ഇദ്ദേഹം ടീം വിട്ടു എന്നുള്ള കാര്യം ഒഫീഷ്യലായിട്ട് പുറത്തറിയിച്ചത്. ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ വരേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കറും ഈ ഒരു സീസണിലെ ഗോൾഡൻ ബൂട്ട് വിന്നറുമായിട്ടുള്ള ഡിമിട്രിയോസ് ഡയാമാൻഡോസ് ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊണ്ട് മറ്റൊരു ടീമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ അടുത്തൊരു സീസണിൽ SC ഈസ്റ്റ് ബംഗാളിന് വേണ്ടി ഇദ്ദേഹം ബൂട്ട് കെട്ടുമെന്നും 2 ഇയർ കോൺട്രാക്റ്റാണ് SC ഈസ്റ്റ് ബംഗാളുമായിട്ട് ഇദ്ദേഹം പങ്കുവച്ചതെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ ഡിമിട്രിയോസ് ബ്ലാസ്റ്റേഴ്സ് വിട്ടതിന് ശേഷം ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇദ്ദേഹത്തെക്കാളും മികച്ചൊരു താരത്തെ ടീമിലേക്ക് എത്തിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഓസ്ട്രേലിയൻ പ്ലെയർ ആയിട്ടുള്ള ജാമിയ മെക്ലാറിനെ സ്വന്തമാക്കാൻ വേണ്ടി ബ്ലാസ്റ്റേഴ്സ് രംഗത്തുണ്ടെന്നും ISL തന്നെ മറ്റു 2 ക്ലബ്ബുകളായിട്ടുള്ള മുംബൈ സിറ്റി FC, മോഹൻബഗാൻ സൂപ്പർ ജയൻസ് തുടങ്ങിയ ക്ലബ്ബുകളും ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സ് വലിയൊരു ഓഫർ തന്നെയാണ് ഇദ്ദേഹത്തിന് മുന്നോട്ട് വെച്ചിട്ടുള്ളതെന്നും കൂടാതെ തന്നെ ഇതുവരെ ഈ ഒരു താരവും മറ്റു ഏത് ക്ലബ്ബുമായിട്ടും ധാരണയിലെത്തിയിട്ടില്ല എന്നും ഗോൾ ഇന്ത്യ ഇന്നലെ റിപ്പോർട്ട് ചെയ്ത ലേഖനത്തിലുണ്ട്. ഈ ഒരു പ്ലെയർ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായും ഒരു മുതൽക്കൂട് തന്നെയാവും. ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ ക്യാപ്റ്റനായിട്ടുള്ള അഡ്രിയാൻ ലോണയും ഇദ്ദേഹവും മുൻപ് മെൽബൺ സിറ്റിക്ക് വേണ്ടി, അതായത് ഓസ്ട്രേലിയൻ ലീഗിലെ മെൽബൺ സിറ്റിക്ക് വേണ്ടി ഒരുമിച്ച് ബൂട്ടി കെട്ടിയവരാണ്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള പല പ്ലാനുകളും സിമ്പിളായിട്ട് തന്നെ വർക്കൗട്ട് ആകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നോഹ സദോയ് കൂടി ടീമിലേക്ക് എത്തുന്നതോടുകൂടി തന്നെ ഇവർ 3 പേരുള്ള കൂട്ടുകെട്ടും ഒരു സ്ട്രോങ് ആയിട്ടുള്ള മുന്നേറ്റ നിരയും ബ്ലാസ്റ്റേഴ്സിന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ അപ്ഡേറ്റുകൾ കാര്യങ്ങളൊക്കെ. പുതിയ അപ്ഡേറ്റുകൾക്ക് വേണ്ടി തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. മറ്റൊരു വീണ്ടും കാണുന്നവരേക്കും